പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ പഠിക്കുന്ന എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. നമ്മളൊരു 10 വർഷം കഴിഞ്ഞ് നമ്മൾ ആ ഒരു പാട്ടെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു അല്ലേ എന്ന് തോന്നും. അത് നമ്മുടെ ജ്ഞാനം നമ്മൾ കുറേശ്ശെ ഇമ്പ്രൂവ് വരുമ്പോൾ അന്ന് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളത് നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പഴയ പാട്ടുകളുടെ കാര്യം പറയാം, അവരൊക്കെ മഹാരഥന്മാരായിട്ടുള്ള കമ്പോസേഴ്സ് അല്ലേ. അല്ല, ഇന്നത്തെ കുട്ടികളാണെങ്കിലും അതെ, പഴയ പാട്ടുകളാണ് അധികം ചൂസ് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്നത്തെ ജനറേഷൻ കുട്ടികൾ അധികം കേൾക്കുന്നത് ഹിന്ദി അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ വെസ്റ്റേൺ സോങ്സ് ഒക്കെ ആയിരിക്കും. പക്ഷെ അവരിപ്പോഴും ചൂസ് ചെയ്യണത് പഴയ പാട്ടുകളാണ്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അല്ല, അവരെല്ലാം പാടും, പുതിയ പാട്ടുകളും പാടുന്നുണ്ട്. പുതിയതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞോട്ട് പഴയ സിറ്റുവേഷൻസ് ഇല്ല അല്ലേ. അമാവാസി നാളിൽ ഞാനൊരു ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് ആണ്. അതെ. പിന്നെ എനിക്ക് തോന്നുന്നത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അനുരാഗ വിലോചനായി എന്ന് പറഞ്ഞിട്ട്, അതൊരു പഴയ ഒരു സിനിമ ആയതുകൊണ്ടാണ് വയലാർ ശരത്തേട്ടൻ എഴുതിയത്. അങ്ങനത്തെ ഒരു ബാക്കി അല്ലാത്ത പാട്ടുകളൊക്കെ ഒരു പ്രത്യേക ഒരു സിനിമയ്ക്ക് അനുസരിച്ചുള്ള ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകൾ വരുന്നു. അതവർക്ക് ഈസി ആയിട്ട് പാടാവുന്ന പാട്ടുകളായിരിക്കാം പലപ്പോഴും.